നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വട്ടിയൂർക്കാവിൽ ഇപ്പോൾ കുടിവെള്ളം പാഴായി പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുന്നത്. കാരണം കുടിവെള്ളം തിരുവനന്തപുരം നഗരത്തിൽ കിട്ടാക്കനിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് 2-3 ദിവസമായി തിരുവനന്തപുരം നഗരത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഓഫീസിൽ നിന്നും വെറും മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ ഈ സംഭവം നടന്നിട്ട് 2-3 ദിവസമായിട്ട് പോലും MLAയുടെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ഓഫീസിൽ ജീവനക്കാരോ പ്രശാന്തോ ഇതൊന്നും അറിയുന്നില്ല എന്നത് വിചിത്രമായ ഒരു സംഭവമാണ്. കാരണം രാവിലെ മുതൽ രാത്രി വരെ പ്രചാരണത്തിനെന്നോളം LDFന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ VK പ്രശാന്ത് അടക്കം ഈ റോഡിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്നിട്ടും ഈ പൈപ്പ് പൊട്ടി ഇങ്ങനെ കിലോമീറ്ററോളം ഒഴുകുന്നതൊന്നും ഇവരുടെ കണ്ണിൽ പെടാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമാണ് ഇവിടെ ജനങ്ങൾ തന്നെ ഉയർത്തുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ പൈപ്പ് പൊട്ടി ഒരു വലിയൊരു കുഴി തന്നെ വന്ന് വീണിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ഒരു ബൈക്കേഴ്സ് ആരെങ്കിലും അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്ത് വരുന്നവർക്ക് ഒരു അപകടം സംഭവിച്ച് ആ കുഴിയിൽപ്പെട്ട് മറഞ്ഞു വീണ് ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഒരു രീതി അനുസരിച്ച് നോക്കുമ്പോൾ ആരെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് അതൊരു വലിയ വാർത്താ പ്രാധാന്യമായി പത്രങ്ങളിൽ വന്ന് അങ്ങനെ കോടതിയൊക്കെ ഇടപെട്ട് കുറച്ച് വാർത്താ പ്രാധാന്യം എത്തുമ്പോഴായിരിക്കും ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ ഒരു ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ പൈപ്പ് ശരിയാക്കുന്നത്, അല്ലെങ്കിൽ കുഴി അടയ്ക്കുക എന്നുള്ള സംവിധാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഈ തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലൊരു പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നുവെന്നും ഇത് കണ്ടിട്ട് ഒരു രാഷ്ട്രീയ നേതാവും ഒന്നും ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നത് ഒരു വിചിത്രമാണ്. കൂടാതെ ഇവിടുത്തെ നഗരവാസികൾ ഇവിടുത്തെ കൗൺസിലറുമായിട്ട് ഫോണിൽ സംസാരിച്ചു. അപ്പോൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്, വെറും ദിവസങ്ങളോളം മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിനുള്ളൂ. അപ്പോൾ എല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ ഇവിടുത്തെ ജനങ്ങൾ VK പ്രശാന്തിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുമുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദേശവും ലഭിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ നഗരവാസികൾ തന്നെ പറയുന്നത്. എന്തായാലും വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പോഴൊക്കെ ശരിയാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ പൊതുജനങ്ങളോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ തന്നെ പറയുന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് വെള്ളം ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെതിരെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നില്ല. കാരണം നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലടക്കം മാസങ്ങളോളം 2-3 മാസങ്ങളോളമായി കുടിവെള്ളമില്ലാതെ തിരുവനന്തപുരം നഗരസഭ VV രാജേഷിന്റെ നേതൃത്വത്തിൽ ടാങ്കറുകളിൽ സൗജന്യമായാണ് ഓരോ നഗരത്തിലെയും ജനങ്ങളുടെ വീടുകളിലേക്ക് കുടിവെള്ളം സൗജന്യമായി നഗരസഭ എത്തിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരുപാട് വെള്ളം ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെയും അല്ലെങ്കിൽ ജലവിഭവ മന്ത്രി റോഷൻ അഗസ്റ്റിൻ്റെയൊക്കെ ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതും നമ്മുടെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതും. വലിയ രീതിയിൽ വികസനം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങളുടെ ഒരു അടിസ്ഥാന കാര്യമെന്ന നിലയിൽ ജലം പാലായി പോകുന്നത് ഈ MLA കാണാതിരുന്നാൽ എന്ത് വികസനമാണ് VK പ്രശാന്ത് നടത്താൻ പോകുന്നതെന്ന ചോദ്യമാണ് ജനങ്ങളൊക്കെ ചോദിക്കാൻ ഉന്നയിക്കുന്നത്. മരുന്നുകുഴിയിൽ ജലം പാഴാകുന്നതുമായി ബന്ധപ്പെട്ട് കർമ്മ ന്യൂസ് ജനങ്ങളുടെ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഓഫ് ദി റെക്കോർഡിൽ ആണ് ജനങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നത്. അതായത് ഒരാഴ്ചയോളമായി വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകുന്നു, റോഡിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല, വാഹനങ്ങൾ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുന്നുണ്ട്, 2 വീലറുകളൊക്കെ അതായത് ഇരുചക്ര വാഹനങ്ങളൊക്കെ ആ കുഴിയിൽ വീണ് അപകടമുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. പക്ഷേ ക്യാമറയുടെ മുന്നിൽ പറയാൻ ജനങ്ങൾ വലിയ രീതിയിൽ ഭയം കാണിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ MLA VK പ്രശാന്തിനെ ഓർത്തിട്ടാണോ, അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ CPM ഏതെങ്കിലും തരത്തിലൊരു ഭീഷണി അല്ലെങ്കിൽ ആക്രമണം ഇവിടുത്തെ ജനങ്ങൾക്ക് നേരെ ഉണ്ടാക്കുമോ എന്നൊരു ഭയമാണ് ജനങ്ങളുടെ മനസ്സിൽ. ഈ അടിസ്ഥാന കാര്യങ്ങൾ പോലും ജനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ ഭയപ്പെടുന്നതിൻ്റെ ചേതോവികാരം എന്താണ് എന്നാണ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. വേനൽക്കാലമാണ്. കടുത്ത വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ പരക്കം പായുകയാണ്. അപ്പോഴാണ് ഇവിടെ വെള്ളം ഇങ്ങനെ കുത്തിയൊഴിഞ്ഞ് പാഴായി പോകുന്നത്. സർക്കാരിന്റെ അനാസ്ഥയാണോ അതോ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് കണ്ടില്ല എന്ന് നടിക്കുകയാണോ എന്നറിയില്ല. ഈ വാർത്തയോടുകൂടി ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷയോടെ ക്യാമറാമാൻ ദിവിനോടൊപ്പം റിപ്പോർട്ടർ ഗോകുലസ് ഗോപൻ സൈനിങ് ഓഫ് കർമ്മ ന്യൂസ് ട്രിവാൻഡ്രം.